അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീന് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ വളരെയേറെ ഗൗരവപരമായി നമ്മളത് കേൾക്കുകയും അത് പഠിക്കുകയും മനസ്സിലാക്കുകയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് കൊണ്ടുവരികയും ചെയ്താൽ, ആശ വെച്ചാൽ ആലമുടയവനായ തമ്പുരാൻ നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ ഒരുപാട് പ്രകാശത്തിന്റെ, സന്തോഷത്തിന്റെ അത്ഭുതങ്ങൾ അല്ലാഹു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് അല്ലാഹു തആല തരും. പക്ഷേ നമ്മളത് ചിന്തിക്കുവാനോ അത് മനസ്സിലാക്കുവാനോ നമ്മുടെ ജീവിതത്തിലൂടെ കൂട്ടിക്കൊണ്ടുവരുവാനോ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അത് ജീവിതത്തിന് വലിയ മാറ്റമാണ്, ജീവിതത്തിന് വലിയ സന്തോഷമാണ്. അതിൽപ്പെട്ട ഗൗരവപരമായിട്ടുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. മഹാനായ ഉബൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു, ആ ഉബൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവാചകർക്ക് വല്ലാതെ ഇഷ്ടമുള്ള ആളാണ്. അള്ളാന്റെ റസൂലിന് വലിയ ഇഷ്ടമാണ്. അങ്ങനെ ഉള്ള ഉബൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചില കാര്യങ്ങൾ അവിടെ നിന്ന് വ്യക്തമാക്കുന്നുണ്ട്. ആ കാര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു വന്നാൽ നിസ്സാരമായി കണക്കാക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് തരുന്നതെന്നാണ്. എന്തിനേറെ നമ്മളെല്ലാവരും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നവരാ. ആ സൂറത്തുൽ ഇഖ്ലാസ് മുടങ്ങാതെ ഒരാൾ ഓതുകയാണെന്നുണ്ടെങ്കിൽ പടച്ചവനെ അവൻ പോലും അറിയാത്ത വഴികളിൽ അല്ലാഹു അവനെ സന്തോഷത്തിലേക്ക് റബ്ബവനെ കൊണ്ടെത്തിക്കുമെന്നാണ്. സൗഭാഗ്യത്തിന്റെ വഴിയിൽ അല്ലാഹു കൊണ്ടെത്തിക്കുമെന്നാണ്. അനുരാഗത്തിന്റെ വഴിയിൽ അല്ലാഹു കൊണ്ടെത്തിക്കുമെന്നാ. ദുനിയാവിന്റെ പുറത്തുകൂടെ നമ്മൾ നടക്കുമ്പോ അല്ലാഹുവേ, ഒരു സെക്കൻഡ്, ഒരു 10 മിനിറ്റെങ്കിലും നമുക്കൊന്ന് ചൊല്ലാൻ പറ്റിയാൽ, ഒരു തവണ ഒന്ന് ഓതാൻ പറ്റിയാ, 2 തവണ ഒന്ന് ഓതാൻ പറ്റിയാൽ എത്രയോ സൗഭാഗ്യമാണ്. കാരണം അല്ലാഹുവിന്റെ മാലാഖമാര് വരിവരിക്കൊരു ദുആ ഇറക്കുകയാ. ആരാണ് റബ്ബേ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയത്? അവനെ നീ പരാജയപ്പെടുത്തല്ലേ റബ്ബേ. അവൻ മരിക്കുന്ന സമയം കാമിലായ ഈമാനോട് കൂടിയിട്ട് അവനെ മരിപ്പിക്കണേ അല്ലാഹ്. നമ്മൾ നിസാരമായി കളയുന്ന കാര്യങ്ങൾ അള്ളാന്റെ പരിശുദ്ധമായ പവിത്രമായ ഖുർആൻ, അതിന്റെ ഏറ്റവും ചെറിയ ഒരു സൂറത്താണ്. ആ സൂറത്തിനെ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ കൊണ്ടുവന്നു പോയാൽ അൽഹംദുലില്ലാഹ്, നിങ്ങളെപ്പോലെ ഭാഗ്യമുള്ളവർ ലോകത്തില്ല. നിങ്ങൾ കൊണ്ടുവന്നാൽ അതെത്ര അത്ഭുതമാണെന്നറിയോ, അതെത്ര സന്തോഷമാണെന്നറിയോ, അതെത്ര സൗഭാഗ്യമാണെന്നറിയോ. എന്തിനേറെ സൂറത്തുൽ ഇഖ്ലാസ് ഓതുകയാ. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ, സൂറത്തുൽ ഇഖ്ലാസ് ഒരു പെണ്ണ് നിത്യമായിട്ട് ഓതുകയാണ്. അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്ന പെണ്ണ്, ആ പെണ്ണ് ഒരു വേള നല്ല മനസ്സോടുകൂടി റബ്ബിലേക്ക് ദുആ ചെയ്തു. അല്ലാഹുവേ, എന്റെ സങ്കടങ്ങള്, എന്റെ പ്രയാസങ്ങള്, എന്റെ ദുഃഖങ്ങളെല്ലാം നീ മാറ്റിത്തരണേ അല്ലാഹ്. ഈ പെണ്ണ് ഒരുപാട് കരഞ്ഞവളാണ്, ഒരുപാട് സങ്കടപ്പെട്ടവളാണ്, ഒരുപാട് പ്രയാസത്തിന്റെ വഴികളിലൂടെ കടന്നു പോയവളാണ്. എന്നാൽ ആ പെണ്ണിനോട് ഒരാൾ പറഞ്ഞു, മോളെ, നല്ലതുപോലെ നീ അവിടുന്ന് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യ്. ആ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തിട്ട് നിന്റെ സങ്കടമുണ്ടല്ലോ, ആ സങ്കടം നിന്റെ റബ്ബിനോട് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞാൽ അല്ലാഹു
അത് സാധിപ്പിക്കുമെന്ന് പറയുമ്പോ ഈ പെണ്ണവിടന്ന് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് അവിടന്ന് കടന്നിരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞ് ഇരുന്നിട്ട് സൂറത്തുൽ ഇഖ്ലാസ് ഓതി ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നിറഞ്ഞ മനസ്സോടുകൂടിയിട്ട് ഓതുകയാണ്. അങ്ങനെ നിറഞ്ഞ മനസ്സോടുകൂടി ഓതിയിട്ട് രണ്ട് കരങ്ങളും ഉയർത്തിയിട്ട് ഏക ഇലാഹിനോട് ദുആ ചെയ്തു. ഞാൻ വലിയ പ്രയാസത്തിലാണ്, ഞാൻ വലിയ സങ്കടത്തിലാണ്, ഞാൻ വലിയ ദുഃഖത്തിലാണ് റബ്ബേ. നീ എന്റെ സകലമാന പ്രയാസങ്ങളും സൂറത്തുൽ ഇഖ്ലാസിന്റെ ബറക്കത്ത് കൊണ്ട് നീ എനിക്ക് മാറ്റണേ അല്ലാ. ഓതി നീരന്നോ കരഞ്ഞോ പറഞ്ഞാരി ഖൽബിന്റെ കോണിൽ ഓതി തന്നോ നിന്നാരി പെണ്ണും കരയുന്നു കൽബാശ തീർക്കേണേ മനമിൻ കോളിരായി എന്നും നിറയേണേ. ആ പെണ്ണ് കരഞ്ഞു, വല്ലാതെ പൊട്ടിക്കരഞ്ഞു. വല്ലാത്ത സങ്കടത്തിന്റെ ദുഃഖത്തിന്റെ വഴിയിലൂടെ കടന്നു പോയ പെണ്ണ്. എന്റെ ഭർത്താവ് രോഗിയായിട്ട് വർഷങ്ങളോളമായി കട്ടിലാണ്. എങ്ങനാണല്ലാ പൊന്നുമക്കളെ നോക്കുന്ന എന്ന് പോലും അറിയാൻ കഴിയാതെ മനസ്സു വിങ്ങിപ്പൊട്ടി അങ്ങ് കരയുമ്പോൾ, മനസ്സു വേദനിക്കുമ്പോ, മനസ്സു ദുഃഖിക്കുമ്പോൾ ഒരു വേള തന്റെ പ്രിയപ്പെട്ടവന് സുബഹി നിസ്കാരത്തിന് എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റിരുന്നിട്ട് റബ്ബിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് ദുആ ചെയ്യുന്ന കേട്ടു. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ടവൾ ഏതെന്നാണോ ദുആ ചെയ്തത്, ആ ദുആ ചെയ്തതിനെ നീ എനിക്ക് എളുപ്പമാക്കി തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവൾ ഏതൊന്നിനെയാണോ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത്, ആ ആഗ്രഹത്തെ എളുപ്പമാക്കണേ. വല്ലാതെ മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്ത പെണ്ണിന്റെ ദുആ, അല്ലാ എന്റെ പൊന്നുമക്കളെ നല്ലതുപോലെ നോക്കി വളർത്താ, എന്റെ പ്രിയപ്പെട്ടവനിക്ക് തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാ. ഒരു ദുആ, ഒരേ ഒരു ദുആ, അല്ലാ എന്റെ പ്രിയപ്പെട്ടവനിക്ക് എന്നെ പൊന്നുപോലെ നോക്കുക, എന്റെ മക്കളെ പൊന്നുപോലെ നോക്കാൻ, എന്റെ പ്രിയപ്പെട്ടവരെ പൊന്നുപോലെ നോക്കാൻ, അവർക്ക് തൗഫീഖ് കൊടുക്കുക. നല്ല മനസ്സോടെ ആ ദുആയിലാണ് അത്ഭുതങ്ങൾ നിറഞ്ഞു പോയത്, സന്തോഷം നിറഞ്ഞത്. അവിടെ നിന്ന് മനസ്സറിഞ്ഞ് ദുആ ചെയ്യുമ്പോ പെണ്ണ് ദുആ ചെയ്തത്, അല്ലാഹുവേ ഞാൻ ഓതിയത് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാ എല്ലാ പ്രയാസം, എല്ലാ ദുഃഖവും സൂറത്തുൽ ഇഖ്ലാസിന്റെ ബറക്കത്ത് കൊണ്ട് മാറ്റും. അള്ളാഹിനോട് മനസ്സറിഞ്ഞ് ദുആ ചെയ്തപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല സങ്കടങ്ങളെ മാറ്റിക്കൊടുക്കുകയാണ്, അല്ലാഹു ദുഃഖങ്ങളെ മാറ്റിക്കൊടുക്കുകയാണ്, അല്ലാഹു ആവലാദികളെ മാറ്റിക്കൊടുക്കുന്നുണ്ട്, എല്ലാം അല്ലാഹു മാറ്റിക്കൊടുക്കുകയാണ്. എന്നിട്ടോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞു, ഭർത്താവേ ജീവിതത്തിൽ ഏറ്റവും നല്ല സൗഭാഗ്യം എനിക്ക് ലഭിച്ചത്, ഏറ്റവും നല്ല ആനന്ദം എനിക്ക് ലഭിച്ചത് എന്തിന്റെ പേരിലാ? സൂറത്തുൽ ഇഖ്ലാസ് ഓതിയതിന്റെ പേരിലാ.
എല്ലാം മാറിയത്, കഷ്ടപ്പാട് മാറിയത്, വിഷമങ്ങൾ മാറിയത്, ദുഃഖങ്ങൾ മാറിയതെല്ലാം എപ്പോഴാ? സൂറത്തുൽ ഇഖ്ലാസ് പതിവാക്കിയപ്പോഴാ. മാനസികമായ രോഗമുള്ളവരുണ്ട്, ഒരുപാട് ടെൻഷനുകളോടെ നടക്കുന്നവരുണ്ട്. അത് എനിക്കായാലും നിങ്ങൾക്കായാലും ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. പലരും പറയും, ഉസ്താദേ മാനസികമായ പ്രയാസങ്ങൾ മാറാൻ വേണ്ടി ദുആ ചെയ്യണം, സങ്കടങ്ങൾ മാറാൻ വേണ്ടി ദുആ ചെയ്യണം, കഷ്ടപ്പാട് മാറാൻ വേണ്ടി ദുആ ചെയ്യണം. അത് മാറാ ഒരേ ഒരൊറ്റ വഴിയേ ഉള്ളൂ, സൂറത്തുൽ ഇഖ്ലാസ് പതിവാക്കുക. അത് പതിവാക്കുന്ന ഒരാളും ഇന്ന് വരെ പാഴായിട്ടില്ല, ഇന്ന് വരെ നശിച്ചു പോയിട്ടുമില്ല, ഇന്ന് വരെ സങ്കടത്തിന്റെ ദുഃഖത്തിന്റെ വഴിയിലൂടെ കടന്നു പോയിട്ടില്ല. അതുകൊണ്ട് അത് ഓതാനും ജീവിതത്തിൽ കൊണ്ടുവരാനും ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ, ഞങ്ങൾക്ക് സന്തോഷം തരണേ അല്ലാ. സ്വർഗത്തിന്റെ എല്ലാ വിധിവിലക്കുകളും നീ എനിക്ക് പ്രഭാകരണമാക്കി തരണേ അല്ലാ. ഈമാനിന്റെ മാധുര്യത്തിലൂടെ കടക്കാൻ തൗഫീഖ് തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നുകൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. സൂറത്തുൽ ഇഖ്ലാസ് പതിവാക്കാ, അത് ജീവിതത്തിൽ കൊണ്ടുവരാ, അത് മെച്ചപ്പെടുത്താ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അത് ഓർത്തുകൊണ്ട് കടന്നു വരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ. ഈമാനിന്റെ മാധുര്യം അല്ലാഹു നിറച്ചു തരട്ടെ. ഈ മജ്ലിസിൽ സംഗമിച്ചവര്, ഒരുമിച്ച് കൂടിയവര് എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ. രോഗങ്ങൾ കൊടുക്കല്ല അല്ലാ, സങ്കടങ്ങൾ കൊടുക്കല്ല അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ